മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീണ്ടും മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ. പത്തനംതിട്ട റാന്നിയിൽ കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാരെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചത്. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ്സ് പരിപാടിക്ക് ശേഷം റാന്നിയിലേക്ക് പോകുമ്പോഴാണ് ഉദിമൂട്ടിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. സ്ഥലത്തെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. മൂന്നിടങ്ങളിലാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സാംജി ഇടമുറി, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് MG കണ്ണൻ ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പോലീസ് സ്റ്റേഷനിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ സമരം ഇനിയും തുടരുമെന്നും അരക്ഷിതാവസ്ഥ മുഖ്യമന്ത്രിയെ അലട്ടുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഈ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തതുപോലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഈ നരാധമ സദസ്സ് അവസാനിപ്പിക്കുന്ന ദിവസം വരെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. എത്രയൊക്കെ തല്ലാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ തല്ലിയാലും, എത്ര ക്രൂര കൊടിയ മർദ്ദനം അഴിച്ചുവിട്ടാലും യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഈ സമരം മുഖ്യമന്ത്രി യാത്ര അവസാനിപ്പിക്കുന്നവരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ആറന്മുള നിയമസഭാ മണ്ഡലം നവകേരള സദസ്സ് പുരോഗമിക്കുന്നതിനിടെ പത്തനംതിട്ട KSRTC ടെർമിനലിൽ നിന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട ഉൾപ്പെടെ 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. നവകേരള സദസ്സ് നടന്ന പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന് സമീപം കറുത്ത ബലൂണുകൾ പറത്തിവിട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.